ഇന്ന് ക്രൂസിൽ കയറാൻ വേണ്ടിയിട്ട് വന്നേക്കാട്ടോ. ഈ അകലേന്ന് ലേറ്റൊക്കെ വെച്ചിട്ട് വരുന്ന ആ ഒരു ഇതിലാട്ടോ ഒന്ന് പോണത്. അപ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരുപാട് വേറെ ഫാമിലീസൊക്കെ ഉണ്ട്. ക്രൂസിൻ്റെ അകത്ത് കയറിയിട്ട് മുകളിലാട്ടോ ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം തയ്ച്ച് വേഗം വന്നിട്ട് ഇങ്ങനെ സൈഡ് സീറ്റ് പിടിക്കാന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് വേഗം സൈഡ് സീറ്റ് പിടിച്ചിട്ടു. അങ്ങനെ എൻ്റെ സീറ്റ് പോയി. ഞങ്ങളുടെ കൂടെയാണെങ്കിൽ അത് മിന്നും അപ്പേട്ടനുണ്ട് കേട്ടോ. വന്നിരുന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടു. ആദ്യമൊക്കെ ഒന്ന് വെയിറ്റ് പിടിച്ചിരുന്നു, പിന്നെ മനസ്സിലായിട്ടോ നമ്മൾ കൂടുതൽ വെയിറ്റ് ഇട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ അവിടെ തീർന്നു പോകും. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇല്ല, കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളൂ കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 1-2 സാലഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പുഡിംഗ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ, 1-2 ടൈപ്പ്. പിന്നെ ചിക്കൻ കബാബ് വരുന്നുണ്ട്, അതുപോലെ ചിക്കൻ കറി, പിന്നെ നൂഡിൽസ്, ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ പാസ്ത വരുന്നുണ്ട്, കുബൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്രൂസിലെ ഫുഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊന്നും പ്രതീക്ഷിച്ച് വയറിയിരുന്നു കേട്ടോ. വലിയ വയറൊന്നും മാടാക്കി എടുത്ത് വന്നിട്ട് കാര്യമില്ല. നമുക്ക് ആകെ ഇത്രയും ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നോമ്പിൻ്റെ സമയത്ത്. അങ്ങനെ അന്ന് വന്നപ്പോൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു പുഡിംഗ് ആയിരുന്നു, ചെറിയൊരു സ്വീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പോപ്കോൺ ഒക്കെ ഉണ്ട്, നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരുമ്പോൾ ലാസ്റ്റ് നമുക്കത് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന് നമുക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. 25-50 ദർഹമൊക്കെ കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരു ഫാമിലിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കൈയടിച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മുടെ ഡാൻസ് ഒക്കെ തുടങ്ങി, സൂഫി ഡാൻസ് ഒക്കെ. ക്രൂസിൽ പോകുമ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ യാത്രയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ ഫുഡും പിന്നെ ഇതുപോലെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 hours ഒക്കെ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ വരുന്ന ക്രൂസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എവിടെ നിന്നാണോ കയറിയെന്ന് ചോദിച്ചാൽ അവർ നമ്മളവിടെ തിരിച്ചവിടെ തന്നെ കൊണ്ടുവന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറിയ ക്രൂസ്.